നമസ്കാരം, സ്ട്രൈക്ക് ടോക്കറാണ്. മണ്ഡല പുനർനിർണയത്തിലൂടെ ലോക്സഭയിലെ അംഗബലം 816 വനിതകൾക്ക് 33%, അതായത് 273 സീറ്റുകൾ സംവരണം ചെയ്യാനുള്ള ബില്ലുകളുമായി സർക്കാർ. ഭരണഘടനാ ഭേദഗതി എന്ന നിലയ്ക്ക് പാസാക്കാൻ മുന്നിൽ 2 ഭൂരിപക്ഷം ആവശ്യമുള്ള ബില്ലുകളുടെ കാര്യത്തിൽ ഏതാനും പ്രതിപക്ഷ പാർട്ടികളുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ചർച്ച ചെയ്തു. മണ്ഡല പുനർനിർണയത്തിൽ ദക്ഷിണേന്ത്യക്ക് സീറ്റുകൾ കുറയുമെന്ന ആശങ്ക ഒഴിവാക്കാൻ നിലവിലുള്ളതിൻ്റെ 50% സീറ്റുകൾ എല്ലാ സംസ്ഥാനങ്ങളിലും വർദ്ധിപ്പിക്കാനാണ് പദ്ധതി. അതോടെ കേരളത്തിൽ നിന്നുള്ള ലോക്സഭാ എംപിമാരുടെ എണ്ണം 30 ആകും. 2011 സെൻസസ് അടിസ്ഥാനമാക്കിയാണ് മണ്ഡലങ്ങളുടെ അതിരുകൾ പുനർനിർണയിക്കുക. ഇത് നടപ്പാക്കാൻ പ്രതിപക്ഷ കക്ഷികളായി സംസാരിച്ച് സമവായത്തിലെത്തും. ഈ മാറ്റങ്ങൾ കൊണ്ടുവരാൻ വനിതാ സംവരണ നിയമത്തിൽ ഭേദഗതി വരുത്തേണ്ടതുണ്ട്. നിയമ ഭേദഗതിക്ക് നിലവിലെ സമ്മേളനം നീട്ടുകയോ പ്രത്യേക സമ്മേളനം വിളിക്കുകയോ ചെയ്യാനാണ് സാധ്യത. സെൻസസ് നടപടിക്രമം പൂർത്തിയാക്കുന്നതോടെ ഇതിനുവേണ്ടി കാത്തിരിക്കേണ്ടതില്ലെന്ന നിലപാടാണ് സർക്കാരിനുള്ളത്. നാരിശക്തി വന്ദൻ അധിനിയമത്തെക്കുറിച്ച് തിങ്കളാഴ്ച ആഭ്യന്തരമന്ത്രി അമിത് ഷായുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ലോക്സഭാ സീറ്റുകളുടെ എണ്ണം നിലവിലെ 543 നിന്ന് 816 ആക്കണമെന്ന നിർദ്ദേശം ഉയർന്നിരുന്നു. 2029 പൊതു തെരഞ്ഞെടുപ്പ് മുതൽ ലോക്സഭാ സീറ്റ് വർധനയും വനിതാ സംവരണവും നടപ്പാക്കാൻ കഴിയുമെന്നാണ് സർക്കാർ പ്രതീക്ഷ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസുകൾക്കായി ഈ ചാനലിലൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഇസ് സ്ട്രൈക്ക് ടോക്കർ സൈനിങ് ഓഫ്.